നമസ്കാരം ഗൈസ്. അപ്പോൾ 20,000 രൂപയ്ക്ക് താഴെയുള്ള നല്ല അടിപൊളി കിടുക്കാച്ചി ഫോൺ ഏതാണ്? ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്സ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. 20,000 രൂപയ്ക്ക് ഒരു അത്യാവശ്യം നല്ല ക്യാമറയും ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു ഫോൺ ഏതാണ്? കുറേ ആൾക്കാർക്കുള്ള സംശയമാകാറില്ലേ? സോ 5 കിടുക്കാച്ചി ഫോണുകൾ 20,000 രൂപയ്ക്ക് താഴെ വരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഫോണായിട്ടുള്ള 5 എണ്ണം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാം. നല്ല ഫോൺ കേട്ടോ, അത്യാവശ്യം നല്ല ക്യാമറയും നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്ന അത്യാവശ്യം നല്ല ബാറ്ററിയും കുട്ടിയെ ഗ്ലാസ്സൊക്കെ കാണാൻ പറ്റിയൊരു കിടുക്കാച്ചി ഫോണുകളാണ് ഈ 5 എണ്ണം. സോ കൂടുതൽ നമ്മൾ പറഞ്ഞ സമയങ്ങളേക്ക് കളയുന്നില്ല. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ മറക്കരുത്. അപ്പം ഇനി കൂടുതലും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോ കിടക്കാം. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ ഫോൺ എന്ന് പറയുന്നത് വിവോ IQ Z3 ആണ്. IQന്റെ Z3 ആണ് ഫോണാണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തുള്ളത്. അതിന്റെ വില എന്ന് പറയുന്നത് ആദ്യം വില പറയുകയാണെങ്കിൽ 6128 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം വില വരുന്നത് 19,999 രൂപയാണ്. അപ്പോൾ 20,000 രൂപേന്റെ താഴെയുള്ള ഒരു ഒന്നാം നമ്പർ ബെസ്റ്റ് ഫോണായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഈ ഫോണിനാണ്. കാരണം അതിന്റെ സ്പെസിഫിക്കേഷൻ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നത് കോൾകം സ്നാപ്ഡ്രാഗൺ 768G എന്ന് പറഞ്ഞുള്ള ഒരു ഗെയിമിംഗ് പ്രോസസ്സറാണ് വരുന്നത്. അതിന്റെ ക്ലോക്ക് സ്പീഡ് നോക്കുകയാണെങ്കിൽ 2.8 GHz ഒരു ഒക്ടാ കോർ പ്രോസസ്സറാണ് ഈ ഫോണിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ അഡ്രീനോ 620 ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 11 വരുന്നുണ്ട്. വിവോയുടെ സ്വന്തം ഫൺ ടച്ച് OS ആണ് ഇന്റർഫേസ് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് UFS 2.2 ആണ്, കുറച്ചും കൂടി ഫാസ്റ്റ് ഉള്ള സ്റ്റോറേജ് ആണ്. പിന്നെ റാം നോക്കുകയാണെങ്കിൽ LPDDR4Xന്റെ റാമാണ്. പെർഫോമൻസ് വൈസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊസസ്സർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 768G എന്ന് പറയുന്നത്. നല്ല ആൻഡ്രോയിഡ് 11 കാര്യങ്ങൾ കിട്ടുന്ന ലേറ്റസ്റ്റ് OSഉം എല്ലാം നമുക്ക് ഈ ഫോണിൽ അവൈലബിൾ ആണ്. പിന്നെ ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.58 ഇഞ്ചിന്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ അല്ല, പകരം ഒരു IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 120 Hz ഒരു റിഫ്രഷ് റേറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ പിക്സൽ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ 401 ppi ആണ് പിക്സൽ ഡെൻസിറ്റി വരുന്നത്. പിന്നെ എന്താ HDR10+ സപ്പോർട്ടൊക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു മൂവീസും ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ചി ഡിസ്പ്ലേ തന്നെയാണ് നമ്മുടെ വിവോ IQ Z3 വന്നുള്ളത്. അതേപോലെ തന്നെ പിന്നെ ക്യാമറ നോക്കുകയാണെങ്കിൽ ചില ആളുകൾ ക്യാമറക്കാണ് പ്രിഫറൻസ് കൊടുക്കാറുള്ളത്. ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. 64 MP പ്രൈമറി ക്യാമറ, 8 MP ഒരു അൾട്രാ വൈഡ് ക്യാമറയും 2 MP ഒരു മാക്രോ ക്യാമറയാണ് ഈ ഫോണിൽ വന്നുള്ളത്. നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആട്ടോ, കുഴപ്പമില്ല. IQന്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്ന ക്യാമറ തന്നെയാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് ഫ്രണ്ടിൽ വന്നുള്ളത്. ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാട്ടോ IQ Z3 വന്നുള്ളത്. പഴയ മോഡൽ ഫോണിൻ്റെ ഒരു നോച്ചാണ് വന്നുള്ളത്. 16 MP ക്യാമറയാണ് ഈ ഫോണിൽ ഫ്രണ്ടിൽ വന്നുള്ളത്. അതും അത്യാവശ്യം നല്ല രീതിയിലുള്ള സെൽഫീസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറ തന്നെയാണ്. പിന്നെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 4400 mAh ഒരു ബാറ്ററിയാണ് വന്നതിൽ. 55 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. സോ അത്യാവശ്യം നല്ല രീതിയിൽ ചാർജും നോക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ എന്തായാലും വളരെ ഫാസ്റ്റ് ആയിട്ട് 0 to 100 എത്തിക്കാനായിട്ട് പറ്റും ചാർജ്. നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഫോൺ തന്നെയാണ് IQ Z3. വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 185.5 ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. 8.5 mm തിക്നെസ്സും വരുന്നുള്ളൂ. വലിയ കട്ടിയും വലിയ കനവും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ വീട്ടിലും ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു കട്ടിങ് അങ്ങനെ തന്നെ ഉള്ളൂ ഈ ഫോണിന്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ഫോൺ അതായത് നമ്മുടെ വിവോ IQ Z3 ഒരു 5G ഡിവൈസ് ആണ്. 20,000 രൂപയ്ക്ക് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ലൊരു 5G ഡിവൈസ് നമ്മുടെ IQ Z3 ആട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ട് ആട്ടോ. നമുക്ക് ഇതിൽ ഒന്നെങ്കിൽ 2 സിം അല്ലെങ്കിൽ ഒരു സിം ഒരു മെമ്മറി കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ ഫോണിന്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. സോ 20,000 രൂപയ്ക്ക് ഏറ്റവും നല്ലൊരു ഫോണായിട്ട് നമ്മുടെ വിവോ IQ Z3 നമുക്ക് കണക്കാക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ ഫോൺ, അതായത് ബെസ്റ്റ് ഫോൺ അണ്ടർ 20 രണ്ടാമത്തെ ഫോൺ നമ്മുടെ സ്വന്തം പോക്കോ X3 Pro ആണ് വരുന്നത്. അതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ വേരിയന്റ് 6.28 വരുന്നത് 18,999 രൂപയാണ്. സോ രണ്ടാമത്തെ ഫോണാവും കാരണം ഇത് ഏറ്റവും ബെസ്റ്റ് കൊടുക്കേണ്ട ഫോണാണ് കേട്ടോ. ഇതിന്റെ പ്രൊസസ്സർ ആണ് വേറെ ലെവലാണ്. ഇത് രണ്ടാമത് കൊടുക്കാൻ കാരണം പറയാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇതിന്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് കോൾകം സ്നാപ്ഡ്രാഗന്റെ 860 ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു പ്രൊസസ്സറാണ്. സോ അത്യാവശ്യം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ് ഈ ഫോണിൽ വന്നുള്ളത്. 20,000 രൂപയ്ക്ക് താഴെ ഇത്രയും നല്ല പ്രൊസസ്സർ കിട്ടുന്നത് വേറെ ഒരു ഫോണും ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. പിന്നെ അഡ്രീനോന്റെ 640 ആണ് ഗ്രാഫിക്സ് വരുന്നത്. നല്ല രീതിയിൽ ഗ്രാഫിക്സും ബെസ്റ്റ് ഒരു ഗെയിമിംഗ് ഫോൺ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ആൻഡ്രോയിഡിന്റെ 11 കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ MIUI 12 കിട്ടുന്നുണ്ട്. LPDDR4Xന്റെ റാം വരുന്നുണ്ട്. UFS 3.1 സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ക്ലോക്ക് സ്പീഡ് നോക്കുകയാണെങ്കിൽ 2.96 GHz ഒരു ഒക്ടാ കോർ പ്രൊസസ്സർ ആട്ടോ അത്. സോ പെർഫോമൻസ് വൈസ് ഇത്രയും നല്ലൊരു ഫോൺ വേറെ ഉണ്ടാവില്ല. ഇനി നമുക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ ഇത് വരുന്നത് ഒരു കോഡ് ക്യാം സെറ്റപ്പ് തന്നെയാണ് ഇതിലും വന്നുള്ളത്. പോക്കോ X3 പോലെ തന്നെ 48 MP ഒരു പ്രൈമറി ക്യാമറ, 8 MP ഒരു അൾട്രാ വൈഡ് ക്യാമറ, 2 MP ഡെപ്ത് സെൻസർ, 2 MP ഒരു മാക്രോ ക്യാമറ. ഓക്കെ, നല്ലൊരു സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ ക്വാളിറ്റി ഞാൻ ക്യാമറ റിവ്യൂ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ക്വാളിറ്റി എനിക്ക് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നി കേട്ടോ. പോക്കോ X3 വെച്ച് നോക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി കുറവുള്ള പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോണിനെ രണ്ടാമതായിട്ട് ലിസ്റ്റ് ചെയ്തത്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ പോക്കോൻ്റെ 20 MP 20 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ്.
പോക്കോ X3 Pro ലൈവ് വന്നിട്ടുള്ളത്. പിന്നെ പോക്കോ X3 Pro ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വന്നുള്ളത്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല HDR10+ന്റെ സപ്പോർട്ട് ഉണ്ട്. ഗോറില്ല ഗ്ലാസ് 6ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിക്സൽ ഡെൻസിറ്റി അല്ലെങ്കിൽ PPI നോക്കുകയാണെങ്കിൽ 395 PPI ആണ് വരുന്നത്. ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിൽ 450 നിറ്റ്സ് ആണ് വരുന്നത് ബ്രൈറ്റ്നസ് ലെവൽ. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് ഗെയിമും വീഡിയോസും കാണാൻ പറ്റിയ ഒരു കിടക്കാച്ച ഡിസ്പ്ലേ ആണ് പോക്കോ X3 Pro. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ ഫോണിന്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 5160 mAh ഒരു ബാറ്ററി ഈ ഫോണിൽ വന്നിട്ടുണ്ട്. 33 വാട്ടിന് ഒരു ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. സോ അത്യാവശ്യം നല്ല രീതിക്ക് ഗെയിം കളിക്കാനുള്ള ഒരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഫോണിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 215 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. കുറച്ച് വെയിറ്റ് കൂടുതലാണെന്ന് തോന്നി. അതേപോലെ തന്നെ 9.4 mm തിക്നെസ്സും വരുന്നുണ്ട്. കുറച്ചൊക്കെ അതായത് പോക്കോ ബാക്കിയുള്ള ഫോണൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കട്ട് ചെയ്യാൻ അത്യാവശ്യം കാനുള്ള ഒരു ഫോൺ തന്നെയാണ് പോക്കോ X3 Pro. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സ്പ്ലാഷ് പ്രൂഫ് ആട്ടോ ഈ ഫോൺ. IP53 വാട്ടർ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിന് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം പറയാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലും ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ഒന്നേ നമുക്ക് 2 സിം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സിം ഒരു മെമ്മറി കാർഡ് മാത്രമേ ഈ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. യെസ്, അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്ന ഫോണാണ് നമ്മുടെ സ്വന്തം ഷവോമിയുടെ Redmi Note 10 Pro Max ആണ്. അതിന്റെ വില വരുന്നത് 464 ഏകദേശം 16,999 രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെ കേട്ടോ Redmi Note 10 Pro Max. അതിന്റെ പ്രൊസസ്സറും പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 732G എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമിംഗ് ചിപ്സെറ്റ് തന്നെയാണ് ആ ഫോണിൽ വന്നുള്ളത്. 2.3 GHz ഒരു ഒക്ടാകോർ പ്രൊസസ്സറാണ്. മാത്രമല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ Adrenoന്റെ 618 ആണ്. Adrenoന്റെ 618 ആണ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു ഫോൺ തന്നെയാണ് നമ്മുടെ Redmi Note 10 Pro Max. പിന്നെ റാം നോക്കുകയാണെങ്കിൽ LPDDR4X റാം വരുന്നുണ്ട്. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ UFS 2.2 ആണ് വരുന്നത്. പിന്നെ നമുക്ക് എന്താ ആൻഡ്രോയിഡ് 11 കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ MIUI 12 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കളറായിട്ടുള്ള ഇന്റർഫേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഫോണിലും കിട്ടുക. സോ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ Redmi Note 10 Pro Max അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു ഫോൺ തന്നെയാണ്. പിന്നെ അപ്പോൾ ഈ ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിന്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വന്നില്ലേ. ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. മാത്രമല്ല അതൊരു 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും വരുന്നുണ്ട്. HDR10+ന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. നല്ല കിഡിലൻ സാധനം കേട്ടോ. 395 PPI ആണ് ഇതിന്റെ പിക്സൽ ഡെൻസിറ്റി നോക്കുന്നത്. പിന്നെ 1200 നിറ്റ്സിന്റെ ഒരു ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് എത്ര നട്ടുച്ചക്ക് നമ്മൾ ഫോൺ എടുത്ത് ബ്രൈറ്റ്നസ് കൂട്ടിയാലും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ്. സോ ഡിസ്പ്ലേനെ വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ നമുക്ക് Redmi Note 10 Pro Maxന്റെ ഡിസ്പ്ലേനെ പറ്റി പറയാം. കാരണം സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. 1200 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ലെവലും കാര്യങ്ങളൊക്കെ ഒരു വേറെ ലെവൽ ഡിസ്പ്ലേ ആണ് കേസ്. ഓക്കെ, HDR10+ന്റെ സപ്പോർട്ടും ഇതിന് വന്നിട്ടുണ്ട്. മാത്രമല്ല ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും കൂടി ഈ ഫോണിന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാമറ സെറ്റപ്പ് Redmi Note 10 Pro Maxലെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഒരു കോഡ് ക്യാം സെറ്റപ്പാണ് വന്നുള്ളത്. 108 മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, 5 മെഗാപിക്സലിന്റെ ഒരു മാക്രോ ക്യാമറ, 2 മെഗാപിക്സൽ ഒരു ഡെപ്ത് സെൻസർ, 16 മെഗാപിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആട്ടോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ക്യാമറ സെറ്റപ്പാണ്. പിന്നെ ഈ ഫോണിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 5020 mAh ഒരു ബാറ്ററി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. പിന്നെ ഈ ഫോണിന്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 190 വെയിറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 8.1 mm തിക്നെസ് വരുന്നുള്ളൂ. കുഴപ്പമില്ല കേട്ടോ. ഒരു ആവറേജ് നമ്മൾ കയ്യിലൊക്കെ പിടിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു വെയിറ്റും കാര്യങ്ങളൊക്കെ കുറവ് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ സിമ്മ് നോക്കുകയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിം സ്ലോട്ട് ഉണ്ട്. അതായത് നമുക്ക് ഒന്നെങ്കിൽ രണ്ട് സിമ്മും അതേപോലെ തന്നെ ഒരു മെമ്മറി കാർഡും ഒപ്പം നമുക്ക് അല്ലെങ്കിൽ അറ്റ് ടൈം നമുക്ക് രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതും ഫ്ലാഷ് പ്രൂഫ് ആണ്. IP53 റേറ്റിംഗ് ഇതിന് വരുന്നുണ്ട്. പിന്നെ ഇതൊരു 4G ഡിവൈസ് ആണ് കേട്ടോ. നമ്മൾ ഇതിൽ പറഞ്ഞതിൽ iQC3 മാത്രമേ ഒരു 5G ഡിവൈസ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം 4G ഡിവൈസസ് ആണ് ഗേസ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്ന ഫോണ് Realme 8 Pro 4G ആണ്. ഇതിന്റെ 6128 വരുന്നത് 18,999 രൂപയാണ്. അപ്പോൾ ആദ്യം തന്നെ അതിന്റെ പ്രോസസ്സറും പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രൊസസ്സർ വരുന്നത് Qualcomm Snapdragon 720G എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമിംഗ് ചിപ്സെറ്റ് ആണ്. 2.3 GHz ഒരു ഒക്ടാകോർ പ്രൊസസ്സറാണ്. ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ Adreno 618 തന്നെയാണ്. നേരത്തെ അതേ Redmi Note 10 Pro Maxലുണ്ട് അതിന്റെ സെയിം ഗ്രാഫിക്സ് തന്നെയാണ് ഇതിൽ വന്നുള്ളത്. LPDDR4Xന്റെ റാം വരുന്നുണ്ട്. UFS 2.1ന്റെ സ്റ്റോറേജും വരുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമുക്ക് Android 11 കിട്ടുന്നുണ്ട് ഔട്ട് ഓഫ് ദ ബോക്സ്. അതേപോലെ തന്നെ Realme UI ആണ് നമുക്ക് ഇതിൽ വരുന്നത്. സോ അത്യാവശ്യം നല്ലൊരു കളറായിട്ടുള്ള ഇന്റർഫേസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. മറ്റുള്ള ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലോ പെർഫോമൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി നോക്കുകയാണെങ്കിൽ 6.4 ഇഞ്ചിന്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഇത്രയും വെച്ച് നോക്കുമ്പോൾ കുറച്ച് സൈസ് കുറഞ്ഞ ഡിസ്പ്ലേ ആണ് നമ്മുടെ Realme 8 Pro വന്നുള്ളത്. 6.4 ഇഞ്ചിന്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വന്നുള്ളത്. 60 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഇവിടെ വന്നിട്ടുള്ളൂ കേട്ടോ. സോ ഗെയിമേഴ്സിന്
ഇതൊരിക്കലും 60 ഹെർട്സ് മാത്രമേ ഇവിടെ റീഫ്രഷ് റേറ്റ് വന്നിട്ടുള്ളൂ. ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിൽ 1000 നിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിക്സൽ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ 411 ppi ആണ് വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ലൊരു പിക്സൽ ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗെയിമേഴ്സിനൊന്നും ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. മൂവീസും കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് അത്യാവശ്യം പറ്റിയ ഡിസ്പ്ലേ തന്നെയാണ് ഈ സാധനം. പിന്നെ നമ്മുടെ റിയൽമി 8 പ്രോന്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു കോഡ് ക്യാം സെറ്റപ്പാണ് വന്നുള്ളത്. 108 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഒരു മോണോ സെൻസർ, 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ. മോണോ സെൻസറാണ്, നല്ല അടിപൊളി ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. റിയൽമിൻ്റെ ഓപ്പോൻ്റെ ഒക്കെ ഫോണിൽ വരുന്ന ഒരു സെൻസറാണ്. നല്ല രീതിയിലുള്ള ഫിൽറ്റേഴ്സും കാര്യങ്ങൾ കിട്ടും കേട്ടോ. ടിക്ടോക്കിലൊക്കെ വീഡിയോ ഉണ്ടവർക്ക് പറ്റിയൊരു സെൻസറാണ്. സോ അത്യാവശ്യം നല്ലൊരു ക്യാമറ കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 16 MP ഒരു സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് വന്നുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ റിയൽമി 8 പ്രോൻ്റെ ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ 4500 mAh ഒരു ബാറ്ററിയും 55 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. സോ വളരെ നല്ല രീതിയിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, 4500 mAh ബാറ്ററി. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 176 ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. അതേപോലെ തന്നെ 8.1 mm തിക്നെസ് ആണ്. വളരെ വെയിറ്റ് കുറവാണ്, അതേപോലെ തന്നെ തിക്കും കുറവാണ്. സോ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ഫോണാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് വരുന്നത്, നമുക്ക് ഡിസ്പ്ലേയിൽ കഴി വെച്ചിട്ട് ഫോൺ തുറക്കാൻ പറ്റുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സിസ്റ്റം വരുന്നുണ്ട്. ഇത് സൂപ്പർ ആംബോൾഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിം സ്ലോട്ടാണ് വന്നുള്ളത്. അതായത് നമുക്ക് വേണമെങ്കിൽ 2 സിമ്മും അതേപോലെ തന്നെ ഒറ്റ ടൈമിൽ ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ ഫോണിലുള്ളത്. അപ്പോൾ 4ാമത്തെ ഫോൺ പറഞ്ഞാൽ ഇതായിരുന്നു. വലിയൊരു കുഴപ്പമില്ലാത്ത ഡിവൈസ് കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ പറഞ്ഞ 3 ഫോണുകളായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് ഞാൻ പറയാം. സോ അടുത്തതായത് നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള 5ാമത്തെ ബെസ്റ്റ് ഫോൺ അണ്ടർ 5K 5ാമത്തെ ഫോൺ ഏതാണ് നമുക്ക് നോക്കാം. അത് നമ്മുടെ സ്വന്തം മോട്ടോറോളൻ്റെ മോട്ടോ G60 ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. 4G ഡിവൈസ് ആണ്. 6128 വരുന്നത് 17,999 രൂപയാണ്. ഓക്കെ, 5ാം ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ട് വലിയ മോശം ഡിവൈസസ് ഒന്നും അല്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസും നല്ല രീതിയിലുള്ള ഒരു ക്യാമറയും തരുന്ന ഫോൺ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള ഫോണുകൾ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ ഫോണിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ കോൾക്കം സ്നാപ്ഡ്രാഗന്റെ 732G എന്ന് പറഞ്ഞുള്ള ഒരു ഗെയിമിംഗ് ചിപ്പ് സെറ്റ് തന്നെയാണ് വന്നുള്ളത്. 2.3 GHz ഒരു ഒക്ടാ കോർ പ്രൊസസ്സറാണ് ഈ ഫോണിൽ വന്നുള്ളത്. ആൻഡ്രോയിഡ് 11 കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ LPDDR4X റാം വരുന്നുണ്ട്. UFS 2.1 സ്റ്റോറേജും വരുന്നുണ്ട്. നല്ല പോക്കോ X3 കണ്ടുവരുന്ന സെയിം ചിപ്പ് സെറ്റും ഗ്രാഫിക്സ് ഒക്കെയാണ് ഈ ഫോണിൽ വന്നുള്ളത്. ഗ്രാഫിക്സ് Adreno 618 ആണ്. പോക്കോ X3 അത് തന്നെയായിരുന്നു. കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് എൻ്റെ ഫോൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.8 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 5 ഫോണുകളിൽ ഏറ്റവും വലിയ ഡിസ്പ്ലേ വരുന്നത് ഇതിനാണ്. 6.8 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. 395 ppi ആണ് ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി വരുന്നത്. റീഫ്രഷ് റേറ്റ് നോക്കുകയാണെങ്കിൽ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട് കേട്ടോ. മാത്രമല്ല HDR10+ സപ്പോർട്ടും ഉണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു കിടക്കാച്ച ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഈ ഫോണിന്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ 108 മെഗാ പിക്സലിന്റെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആട്ടോ. 108 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ ക്യാമറയാണ് ഈ ഫോണിൽ വന്നുള്ളത്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 32 മെഗാ പിക്സലിന്റെ ഒരു സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് വന്നുള്ളത്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രണ്ട് ക്യാമറയും അത്യാവശ്യം നല്ല രീതിയിലുള്ള കുഴപ്പമില്ലാത്തൊരു ബാക്ക് ക്യാമറയുണ്ട്. പിന്നെ ഇതിന്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഫോണാണ്. 6000 mAh ബാറ്ററി ഉണ്ട്. പക്ഷേ 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഇവിടെ വന്നിട്ടുള്ളൂ. സോ ചാർജിങ് കുറച്ച് കമ്പാരിറ്റീവ്ലി മറ്റു ഫോണിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും. പിന്നെ ഈ ഫോണിന്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 225 ഗ്രാമും 9.8 mm തിക്കും വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിറ്റ് ഉണ്ടാവും. ഇത്രയും നേരം പറഞ്ഞാൽ ഏറ്റവും വെയിറ്റ് ഉള്ള ഫോണായിരിക്കും ഈ ഫോണ്. കുഴപ്പമില്ലാത്തൊരു കട്ടിയും വരുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ റിയർ മൗണ്ട് ആണ്. അത് ബാക്കിൽ ഫിംഗർ പ്രിന്റ് ആണ് ഈ ഫോണിൽ വന്നുള്ളത്. കുറച്ച് ഓൾഡ് മോഡലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ എന്താ, അത് സ്പ്ലാഷ് പ്രൂഫ് ആണ്. ഇതിനും മറ്റേ IP53 റേറ്റിംഗ് ഇല്ല, പക്ഷേ ഇതും സ്പ്ലാഷ് പ്രൂഫ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതായത് നമുക്ക് ഒന്നെങ്കിൽ 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡ് മാത്രമേ ഇതിൽ അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ 20,000 രൂപക്ക് താഴെ വരുന്ന 5 ഫോണുകൾ. ഇത്രയും നേരം പറഞ്ഞ ഫോണുകളിൽ ഏറ്റവും ബെസ്റ്റ് വിവോ IQ-Z3 ആണ്. ഒരു എല്ലാത്തിനും പറ്റിയ ഫോണാണ്. ഗെയിം കളിക്കാനും ഇതിനൊക്കെ പറ്റിയ ഒരു മീഡിയം ഗെയിമിങ്ങിനും. അതേപോലെ തന്നെ നിങ്ങൾ ഗെയിമിംഗ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോക്കോ X3 പ്രോയും, അതേപോലെ തന്നെ ഡിസ്പ്ലേയും, അതേപോലെ തന്നെ മൂവീസ് കാണുന്ന ആൾ, ക്യാമറ ഫോട്ടോ എടുക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല റെഡ്മി നോട്ട് 10 Pro Max ആയിരിക്കും. എല്ലാം കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് വിവോ IQ-Z3 എടുക്കാം. സോ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഏകദേശം ഇത്രയേ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഈ ലിസ്റ്റിലേക്ക് ചെയ്യാം. ഇതുപോലത്തെ ടെക്നോളജി അപ്ഡേറ്റ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാം വേണമെങ്കിൽ കേട്ടോ. ഓക്കെ, സോ പുതിയ ടെക്നോളജിയിലൂടെ നമുക്ക് വീണ്ടും ഉണ്ടാവുക.